വീഴുമല സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കാട്ടുശ്ശേരി. ഈ ഭാഗത്തായിട്ടാണ് വീഴുമല സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് വീഴുമലയുടെ താഴ്വരയിൽ താമസിക്കുന്ന സന്യാസി മഠമാണ് കേട്ടോ. കാട്ടിനകത്തോട്ട് കയറുന്ന സമയത്തുള്ള മുന്നറിയിപ്പാണിത്. 3 മലകൾ ചേർന്നിരിക്കുന്നതാണ് വീഴുമല എന്നറിയപ്പെടുന്നത്. 1-ാം മല, 2-ാം മല, 3-ാം മല, അങ്ങനെ 3 മലകൾ ചേർന്നിരിക്കുന്നതാണ് വീഴുമല എന്നറിയപ്പെടുന്നത്. ഈ മലയെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതായത് പുരാണത്തിലെ ഹനുമാൻ മരുത്വമല കൊണ്ടുപോകുന്ന സമയത്ത് ആ മലയുടെ ഒരു ഭാഗം അടർന്നു വീണതാണ് ഈ വീഴുമല എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ താഴെ വീണ മലയാണ് പിന്നീട് വീഴുമല എന്നും അറിയപ്പെട്ടതൊക്കെയാണ് ഐതിഹ്യങ്ങളുള്ളത്. ഈ മലയുടെ 3-ാം മലയിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ 3 സ്ഥലങ്ങൾ അല്ലെങ്കിൽ 3 ടൗണുകൾ നമുക്ക് കാണാൻ കഴിയും. ആലത്തൂർ, നെന്മാറ, വടക്കഞ്ചേരി, അങ്ങനെയുള്ള 3 സ്ഥലങ്ങൾ നമുക്ക് ഈ മലയുടെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഈ നായ സന്യാസി മഠത്തിൽ നിന്നുള്ള നായയാണ് കേട്ടോ. അത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇത് മല കയറി അവസാനം താഴെ വരുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു നായയാണിത്. ഈ കാണുന്നത് 1-ാം മലയാണ്. ഈ 1-ാം മലയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. ഈ വീഴുമലയിലോട്ട് വരാൻ പറ്റിയ സമയം മഴക്കാലമാണ്. മഴക്കാലത്ത് വരികയാണെങ്കിൽ നമുക്ക് കൂടുതലും നമുക്ക് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കാൻ കഴിയുന്നൊരു സമയമാണ് മഴക്കാലത്ത്. ഇത് 2-ാം കുന്നിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഒന്നാം കുന്നിനും 2-ാം കുന്നിനും 3-ാം കുന്നിനും ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് 2-ാം മലയാണ് കേട്ടോ. കൂടുതൽ നമുക്ക് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ 2-ാം മല. ആലത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അകലെയാണ് ഈ വീഴുമല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കാട്ടുശ്ശേരി എന്ന് പറയുന്ന ഭാഗത്തിനോട് ചേർന്നിട്ടാണ് വീഴുമല സ്ഥിതി ചെയ്യുന്നത്. 2-ാം മലയിൽ ആദ്യകാലങ്ങളിൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള പൂജാകർമ്മങ്ങളെല്ലാം നടന്നു വന്നിരുന്നു. പിന്നീട് പതിയെ പതിയെ അത് ഇല്ലാതായിട്ടോ. ഇത് ചില ഭാഗങ്ങളിൽ പാറകളിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഈ കാണുന്നതാണ് ആലത്തൂർ കേട്ടോ. ആലത്തൂർ ടൗണിൻ്റെ ഏകദേശം ഒരു ഭാഗം നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് കാണാൻ കഴിയും. 3 ടൗണുകൾ, ആലത്തൂരും നെന്മാറയും വടക്കഞ്ചേരി, അങ്ങനെയുള്ള 3 സ്ഥലങ്ങൾ നമുക്ക് ഈ മലയുടെ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ വീഴുമല. മല കയറാൻ ഏറ്റവും കഠിനമേറിയിട്ടുള്ള മലയാണ് 1-ാമത്. ബാക്കി 2 മലകൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ചുറ്റും മലയുടെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിലും ചുറ്റും പച്ചപ്പ് നിറഞ്ഞ നിരവധി സ്ഥലങ്ങൾ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നത് 3-ാം മലയാണ് കേട്ടോ. ഇതാണ് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ള മല. ഇതാണ് മൂന്നാം മലയിലാണ് ഏറ്റവും കൂടുതൽ വ്യൂ പോയിന്റ് നമുക്കുള്ളത്. 3-ാം മലയിൽ നിന്നാണ് നോക്കിയാലാണ് നമുക്ക് വ്യൂ കാണാൻ കഴിയുക. ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചുറ്റും എങ്ങും പച്ചപ്പായിട്ടാണോ നമുക്ക് കാണുക. ഇത് 3-ാം മലയുടെ ഒരു ഭാഗമാണ്. ഈ മലയുടെ ഏറ്റവും ടോപ്പ് കുറച്ച് അപകടം പിടിച്ച വഴിയാണ് കേട്ടോ. വയനാടിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ 1-2 സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡും ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിലെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ആളപായമൊന്നും ഉണ്ടായില്ലെങ്കിലും 2 സ്ഥലങ്ങളിൽ ഈ വീഴുമലയുടെ പ്രദേശത്ത് 2 സ്ഥലങ്ങളിലായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്.
ഈ പാറ കാണുന്നില്ലേ, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാറ ഒരു പാറ സ്പ്ലിറ്റായി രണ്ടായി തോന്നുന്ന രീതിയിലുള്ള പാറയായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വ്യൂ നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ അതിന് മുകളിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഏകദേശം 2 കിലോമീറ്റർ നടന്നാൽ മാത്രമാണ് ഈ മലയുടെ മുകളിൽ ഭാഗത്ത് നമുക്ക് എത്താൻ കഴിയുക. അതിൽ കുറച്ച് ഭാഗങ്ങൾ വളരെ കഠിനമായിട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ മലയുടെ കയറുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുക. വെള്ളം, ഭക്ഷണം അങ്ങനെയുള്ളതെല്ലാം കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. മോർണിംഗ് സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം കേട്ടോ. കാരണം നമുക്ക് വ്യൂ ഏറ്റവും കൂടുതൽ കാണാനൊക്കെ പറ്റുക നമുക്ക് മോർണിംഗ് സമയത്ത് വരുന്നതായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ആ പാറ കേട്ടോ. സ്പ്ലിറ്റായി പോയിരിക്കുന്ന പോലെ തോന്നിക്കുന്ന ഒരു പാറ സ്പ്ലിറ്റായിരിക്കുന്ന രീതിയിലുള്ളതാണ് ഈ പാറ. ഈ കാണുന്നത് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട സ്ഥലങ്ങൾ കേട്ടോ. പാറയുടെ മുകളിൽ എന്തൊക്കെയോ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഈ മല കാണാത്തവരും വീഴുമലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പക്ഷികളും ചെറു മൃഗങ്ങളെല്ലാം വന്ന് വെള്ളം കുടിക്കുന്ന ഒരു ചെറിയൊരു കുഴിയാണ് കേട്ടോ. അത് വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു. അതും വൃത്തിയാക്കി വീഴുമലയോട് യാത്ര പറഞ്ഞ് വീഴുമല ഇറങ്ങി.